ലൈഫിലെടുത്തേക്കുന്ന ഏറ്റവും ഒരു മോശം ഡിസിഷനായിരിക്കും ഈ ഒരു പിന്മാറ്റം എന്നുള്ളതാണ്. നമ്മൾ കാത്തിരുന്ന എമ്പുരാന്റെ ട്രെയിലർ ഇറങ്ങി, എന്താണ് കണ്ടിട്ട് പറയാനുള്ളത്? വെയിറ്റിംഗ് ആയിരുന്നു, കണ്ടിട്ട് എക്സൈറ്റഡ് ആണ്. പിന്നെ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ട്രെയിലർ കണ്ടിട്ട് തന്നെ സിനിമ ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ശരിക്കും ആ ട്രെയിലറൊക്കെ കാണുമ്പോഴേ നിങ്ങളുടെ പ്രതീക്ഷ കൂടുന്നുണ്ട്. എങ്ങനെയുണ്ട് മൊത്തത്തിൽ അവരുടെ മേക്കിംഗ് ഇതൊക്കെ കണ്ടിട്ട്? പൃഥ്വിരാജിൻ്റെ ആയതുകൊണ്ട് നന്നായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫസ്റ്റിനേലും എന്തോ ഒരു വലിയ ഇതുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ട്രെയിലർ 3.5 മിനിറ്റിന്റെ ഒരു വമ്പ സംഭവമാണ് കാണിച്ചു വെച്ചത്. അതെ അതെ. ആദ്യ ഷോ കാണുമോ? ശരിക്കും ആദ്യ ഷോ കാണണം തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത്. ടിക്കറ്റ് കിട്ടുമെന്ന് അറിയില്ലല്ലോ, അത്രയും വലിയ നല്ലൊരു ട്രെയിലറാണല്ലോ ഇറക്കിയിരിക്കുന്നത്. എന്തായാലും മലയാള ഇൻഡസ്ട്രിക്ക് ഒരു അഭിമാനമാകട്ടെ അല്ലേ? അതെ ആവട്ടെ. ട്രെയിലർ കണ്ടു ശരിക്കും ഇന്നാണ് ഇറങ്ങാനിരുന്നത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന് രാവിലെ എടുത്ത് ഞാൻ യൂട്യൂബ് നോക്കിയപ്പോഴേക്കും കണ്ടതെന്ന് പറയുകയാണെങ്കിൽ മൊത്തം വൈറൽ. അതായത് ഇന്ന് രാവിലെ 1:03 വന്നിട്ടുണ്ട് ട്രെയിലർ. ഭയങ്കര സർപ്രൈസായി പോയി. പ്രത്യേകിച്ച് ഞാനൊരു ലാലേട്ടൻ ഫാനാണ്. എന്താ പറയുക, ഹോളിവുഡ് ലെവൽ, അതിനപ്പുറം നമുക്കൊന്നും പറയാനില്ല. കാര്യം ഇതിപ്പോൾ ലൂസിഫറിനെ കടത്തി വെട്ടിയിരിക്കും പടം. കാര്യം ആ രീതിയിലുള്ള മേക്കിംഗ്, ഈച്ച് ആൻഡ് എവരി ഫ്രെയിംസ് എടുത്ത് നോക്കുകയാണെങ്കിലും ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ ഡയറക്ഷൻ വൈസ് ആണെങ്കിലും ഒരു എന്താ പറയുക, പാൻ ഇന്ത്യ എന്ന് പറയണ്ട, പാൻ വേൾഡ് പടം തന്നെ. മലയാള സിനിമയുടെ ഒരു സുവർണ്ണ നിമിഷമായിരിക്കും. പിന്നെ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഇപ്പം മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ ആസ് എ ഫിലിം ലവർ ഇവരുടെ 3 പേരുടെയും കോമ്പിനേഷൻ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് അത്രയും എന്താ പറയുക, ഭയങ്കര ഒരു എനർജിയാണ് നമുക്ക് ഫീൽ ചെയ്യണേ. അത് തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ചാണ് പടം. അതിനപ്പുറം ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ്റെയും പൃഥ്വിരാജിൻ്റെയും അഴിഞ്ഞാട്ടായിരിക്കും പടം. ഷുവർ. പിന്നെ തീർച്ചയായിട്ടും ലാലേട്ടൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, എവർഗ്രീൻ ആക്ടർ. അതിപ്പോൾ പിന്നെ തീർച്ചയായിട്ടും ഫസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ചെറുപ്പം പോലെ ലാലേട്ടൻ്റെ പടങ്ങൾ കണ്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. കാര്യം നമുക്ക് വാക്കുകൾക്ക് അതീതം, നമുക്ക് കണ്ടത് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതല്ല, അതിനപ്പുറം നമുക്ക് വേറെ ഒന്നും. അമ്മാതിരി ഹോളിവുഡ് വർക്കാണ് സംഭവം. പിന്നെ തീർച്ചയായിട്ടും ഫസ്റ്റ് ഡേ പോകാനിരിക്കുവാണ്. തീർച്ചയായിട്ടും. ഓക്കെ, കണ്ടായിരുന്നു. ഒന്ന് വെയിറ്റിംഗ് ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട്. രാവിലെ എണീറ്റ് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തത്. മലയാള ഇൻഡസ്ട്രിക്ക് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന അതെ. മലയാള ഇൻഡസ്ട്രിയിൽ മാത്രം വലിയൊരു ഹിറ്റ് കുറേ നാളായിട്ട് ഇല്ലല്ലോ. അപ്പോഴത്തേക്കിനും ഇനിയിപ്പോൾ ലാലേട്ടൻ്റെ ഇത് കൂടി ആകുമ്പോഴത്തേക്കും ഞാനൊരു ലാലേട്ടൻ ഫാനാണ്. അപ്പോൾ ലാലേട്ടൻ്റെ ഒരു സിനിമ ഹിറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റിലാണ്. ഫസ്റ്റ് ഡേക്ക് പോകണമെന്നുണ്ട്. ഇപ്പം എങ്ങനെയാവുന്ന അറിയില്ല. ടിക്കറ്റ് ഒക്കെ കിട്ടുവാണെങ്കിൽ എന്തായാലും ഫസ്റ്റത്തെ ഒരാഴ്ചക്കുള്ളിൽ എന്തായാലും കാണും. L2 വെയിറ്റിംഗ് ആയിരുന്നു. അത് ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് എക്സ്പെക്ട് ചെയ്ത് ഒരു വേ ഓഫ് വൈബ് കിട്ടിയിട്ടുണ്ട് പടത്തിൽ. നല്ല റിസ്ക് എടുത്ത് വന്നേക്കുന്നൊരു പടമാണ് അത്. പൃഥ്വിരാജ് ആണെങ്കിലും ആന്റണി പെരുമ്പാവൂരാണെങ്കിലും മോഹൻലാൽ, മുരളി ഗോപി എല്ലാവരും അവരുടെ ഒരു ഡ്രീം പ്രൊജക്റ്റോളം ചെയ്തേക്കുന്നത്. എനിക്കിതിലൊരു എടുത്തു പറയേണ്ട കാര്യം, ലൈഫിലെടുത്തേക്കുന്ന ഏറ്റവും ഒരു മോശം ഡിസിഷനായിരിക്കും ഈ ഒരു പിന്മാറ്റം എന്നുള്ളതാണ്. അവിടെ ഒരു എന്താ പറയുക, പോസിറ്റീവ് എനർജി വന്നത് ഗോകുലം ഗോപാലൻ ആ പടം ഏറ്റെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ലൈക്കയുടെ ലാസ്റ്റ് വന്ന പടങ്ങളൊക്കെ മാലപ്പടക്കം ആയതുകൊണ്ട് അവർക്കൊരു ടെൻഷൻ ഓൾറെഡി ഉണ്ടാവാം. പക്ഷേ അവർ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല ഇത് ആരുടെ റേഞ്ചിലുള്ള പടമാണെന്നും ആരാണിത് ഡയറക്റ്റ് ചെയ്യണമെന്നുള്ള അവരൊരിക്കലും സീരിയസ് ആയിട്ട് തിങ്ക് ചെയ്തിട്ടുണ്ടാവില്ല. പല സൈഡിൽ നിന്ന് അവർക്കൊരു നെഗറ്റീവ് ഷെയ്ഡ് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും. ഇനി ഈ പടം കൂടെ ഒരു തോൽവിയിലോട്ട് പോകണമെന്നെങ്കിൽ വന്നിട്ടുണ്ടാവും. പക്ഷേ മലയാളത്തിലെ അല്ല, ഒരു പാൻ ഇന്ത്യ ഫിലിമാണ്. ഇന്ത്യയിലെ തന്നെ നമ്മൾ എടുത്തു പറയുന്ന ഒരു ലെവലിലോട്ട് കൊണ്ടുവരാൻ ഈ പടത്തിന് സാധിക്കുന്നതാണ് പേഴ്സണൽ എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം പൃഥ്വിരാജ് എന്നൊരു ഡയറക്ടർ ലൂസിഫറിലൂടെ പ്രൂവ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ വേറൊരു റേഞ്ച് മുരളി ഗോപിയും പൃഥ്വിരാജും കൂടെ മേക്കിങ്ങിൽ പടത്തിൽ കൊണ്ടുവരുന്നുള്ള ഒരു ഡൗട്ടും ഇല്ല. പിന്നെ സെൻട്രൽ ക്യാരക്ടർ എന്ന ലാലേട്ടൻ്റെ ഒരു എന്താ പറയുക, ഒരു വേൾഡ് വൈഡായിട്ടുള്ള ഒരു തരംഗം ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഡേ കളക്ഷനാണ് ഞാൻ നോക്കിക്കാണുന്നത്. ഈ ഫസ്റ്റ് ഷോ കളക്ഷൻ ലിയോ ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യുന്നത്. അത് ഏതായാലും മറികടക്കാനുള്ള എല്ലാ ചാൻസസും എമ്പുരാൻ ഓൾറെഡി ഉണ്ട്. പിന്നെ ലാലേട്ടൻ്റെ കൂടെ കോ ആക്ടേഴ്സായിട്ട് വന്നേക്കുന്നവരെല്ലാവരും ഇന്ത്യക്ക് പുറത്തുള്ള നടന്മാരും നടിമാരൊക്കെയാണ്. അപ്പോൾ അത് അവരുടെ പെർഫോമൻസ് വെറുതെ കൊണ്ട് ഇറക്കത്തില്ല. പിന്നെ ടോവിനോ ലൂസിഫറിൽ ചെയ്തിരുന്ന സമയത്തെ റേഞ്ച് അല്ല ടോവിനോട് ഇപ്പോഴത്തെ റേഞ്ച്. അപ്പോൾ അത് ആ ഒരു ക്യാരക്ടറിൻ്റെ ഷെയ്ഡ് തന്നെ ഒരു
എങ്ങനെയാണ് പ്ലേസ് ചെയ്തേക്കുന്നത് കാണാനുള്ളൊരു വെയിറ്റിംഗ് ഉണ്ട്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ കാണാനുള്ള വെയിറ്റിംഗ് ആണ്. കുറേ സർപ്രൈസുകൾ പടത്തിൽ വെച്ചിട്ടുണ്ട്. ഒരു ക്യാമിയോ റോളൊക്കെ വരാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. സോ ഒരു ഹോളിവുഡ് ലെവൽ പടം കണ്ട് ഇറങ്ങുന്നൊരു എന്താ പറയുക, ഒരു രോമാഞ്ചിഫിക്കേഷൻ ഈ പടത്തിൽ കിട്ടും എന്നുള്ളതിൽ ഒരു ഡൗട്ടും ഉണ്ടാവില്ല.